ദൈവനാമത്തിന് സ്തോത്രമുണ്ടാവട്ടെ. അനുനയനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാ മാന്യ പ്രേക്ഷകരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്വാഗതം ചെയ്തിരുന്നു. ഈ പ്രോഗ്രാം നിങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് കാരണമായി തീരുന്നു എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് ഞങ്ങളേറെ സന്തോഷിക്കുകയും കർത്താവിനെ പുകഴ്ത്തുകയും ചെയ്യും. ഇന്നത്തെ വചനക്കേൾവി നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറെ പ്രചോദനകരമായി തീരുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളുടെ ചിത്രം നാം കണ്ടു. എന്നാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത ഗ്രന്ഥിയായ വിഷയവുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഞങ്ങൾ എത്തുന്നത്. കാരണം ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കാത്തവരായിട്ട്, വൈതരണികൾ അനുഭവിക്കാത്തവരായിട്ട്, ദുഃഖങ്ങളും ദുരിതങ്ങളും എതിർപ്പുകളും പ്രതികൂലങ്ങളും അനുഭവിക്കാത്തവരായിട്ട് ആരുമുണ്ടാവത്തില്ല. ക്രൈസ്തവ ജീവിതം ഒരിക്കലും പൂമത്തെയല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒരു ക്രൈസ്തവൻ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ജീവിതം സുഖകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലം മുതൽക്ക് ക്രൂശീകരണ വേളയിൽ വരെയും എതിർപ്പുകളും പ്രതിലോമ ശക്തികളുടെ വെല്ലുവിളികളും മാത്രമായിരുന്നു ക്രിസ്തുനാഥനുണ്ടായിരുന്നത്. യേശു ക്രിസ്തു തൻ്റെ ശ്ലീഹന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ലോകം നിങ്ങൾക്ക് അനുകൂലമല്ല. കാരണം ലോകം നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കും. നിങ്ങൾ എനിക്കുള്ളവരാകയാൽ ഒരിക്കലും ലോകം നിങ്ങൾക്ക് അനുകൂലമെന്ന് വിചാരിക്കേണ്ടതില്ല. എന്നെ പകച്ച ലോകം നിങ്ങളെ നിശ്ചയമായിട്ടും പകയ്ക്കും. യഥാർത്ഥത്തിൽ നാം ഒക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ലോകം ഒരു ദൈവ പൈതലിനെതിരായിട്ട് കെണിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ മനുഷ്യർക്ക് കഷ്ടങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ദുഃഖങ്ങളും രോഗങ്ങളുമുണ്ട്. എന്നാൽ ഒരിക്കൽ ക്രൈസ്തവ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ജീവിതത്തെ മെച്ചപ്പെടുത്തി പ്രത്യേക തരത്തിൽ പണിതുറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ന് മുതൽക്ക് അവൻ്റെ യുദ്ധം ആരംഭിക്കുകയാണ്. കാരണം അവനിൽ വാഴുന്ന ശക്തി, അവനെ നയിക്കുന്ന ദൈവം, അവനെ വാഴുന്ന അവനിൽ ഉള്ള ചിന്താഗതികൾ, അവൻ്റെ ലക്ഷ്യം എല്ലാം വ്യത്യസ്തമായതിനാൽ ഏത് തരത്തിലും അവനെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കും അവൻ്റെ ബന്ധുമിത്രാദികൾ, സഹപ്രവർത്തകർ, സഹവാസികൾ എല്ലാവരും ചേർന്ന് കെണിയൊരുക്കുന്നത്. ഇതിനിടയിൽ പിടിച്ചു നിൽക്കുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കർത്താവ് വാഗ്ദത്ത പ്രകാരം തന്നെ വിശ്വസിക്കുന്നവരുള്ളിൽ നൽകിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലായെങ്കിൽ, സഹവാസം ഇല്ലായെങ്കിൽ ഒരിക്കലും ഒരു ക്രൈസ്തവന് യഥാർത്ഥ ദൈവ പൈതലായിട്ട് നിലനിൽക്കുവാൻ കഴിയത്തില്ല എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഒരു ദിവസം സന്തോഷഭരിതമായിരിക്കാം, വളരെ തിക്കും തിരക്കുമുള്ളതായിരിക്കുന്ന ദിവസം, ഏറെ സന്തുഷ്ടി സമ്മാനിക്കുന്ന ദിവസം. പക്ഷേ നേരെ തിരിച്ചായിരിക്കും അതിൻ്റെ പിറ്റേ ദിവസം. നാം പലരെയും വിളിക്കാൻ ശ്രമിക്കുന്നു, പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, ആരും ഫോൺ എടുക്കുന്നില്ല. ചിലരെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നു, അവരവരുടെ അയക്കുന്ന തിരക്കുമായിട്ട് മുന്നോട്ട് പോകുന്നു. ചില വീടുകളിൽ കൊട്ടി വിളിക്കുന്നു, ഇല്ല, അവിടെ ആരുമില്ലാത്ത ഭാവം. ഓൺലൈനിൽ മെസ്സേജുകൾ അയക്കുവാൻ ശ്രമിക്കുന്നു, പക്ഷേ നമ്മുടെ മെസ്സേജിന് പ്രതികരിക്കാതെ ആളുകൾ മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിരാശയുടെ അടിത്തട്ടിലേക്ക് പോവാനുള്ള എല്ലാ സാധ്യതയും നമ്മുടെ ശത്രു ഒരുക്കി വെക്കാറുണ്ട്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിൽ നിരാശയ്ക്ക് അടിപ്പെട്ട് പോവുകയല്ല ഒരു ക്രൈസ്തവൻ ചെയ്യേണ്ടത്. ഈ പ്രതികൂലങ്ങളെ അതിജീവിച്ച് മുൻപോട്ട് കുതിച്ചു കയറുകയാണ് ഒരു വ്യക്തി ചെയ്യേണ്ടത്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. കഴുകിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം ചിന്തിക്കുമ്പോൾ നമുക്ക് ഉത്തേജകം ആയിത്തീരുന്നതാണ്. ഒരിക്കലും തളർന്ന് താഴേക്കല്ല, വൈതരണികളെ താണ്ടി അതിന് മുകളിലേക്ക് കയറുവാനുള്ള ഒരു വെമ്പലാണ് ആ പ്രത്യേക പക്ഷിക്ക് ഉള്ളത്. നാം ഏറെ അങ്ങനെയുള്ള പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ നിതാന്തമായ സാന്നിധ്യമുണ്ടല്ലോ. ഈ സാന്നിധ്യം ഇരിക്കുമ്പോൾ നാം പരാജയപ്പെടുന്നു. ഈ ക്രിസ്തു സാന്നിധ്യം ഇരിക്കുമ്പോഴും നാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പില്ലാത്തവണ്ണം പെരുമാറിപ്പോകുന്നു, തോൽപ്പിക്കപ്പെടുന്നു. ഇവിടാണ് പിടിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ മഞ്ഞ് പെയ്യുന്ന യൂറോപ്യൻ നാടുകളിലെ വളരെ കാണാൻ സുലഭമായിട്ടുള്ളൊരു വൃക്ഷമാണ് ആസ്പിൻ വൃക്ഷങ്ങൾ. ആസ്പിൻ വൃക്ഷങ്ങളെ പറ്റിയുള്ള പഠനത്തിൽ വളരെ രസകരമായ ചില നിഗമനങ്ങൾ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ആസ്പിൻ മരങ്ങൾ ആയിരക്കണക്കിന് വർഷങ്ങൾ വളരുന്ന വളരെ സുദൃഢമായിട്ടുള്ള മരങ്ങളാണ്. അതിൻ്റെ കാണ്ഡം വെള്ളയാണ്. വിവിധ നിറത്തിലുള്ളതായ ഇലകൾ
അതിൻ്റെ പ്രത്യേകതയാണ്. ഈ ഇലകളുടെ പ്രത്യേകത അത് സദാ ചലിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. സുന്ദരങ്ങളും വശ്യവുമായ ഈ വൃക്ഷത്തിൻ്റെ പ്രജനനത്തിന് പിന്നിൽ ഒരു പ്രത്യേക രീതിയുണ്ട്. ബൊട്ടാണിക്കലി നാം പരിശോധിച്ച് കഴിഞ്ഞാൽ ആസ്പിൻ മരങ്ങളുടെ വിത്തുകൾ ആയിരക്കണക്ക് വർഷങ്ങൾ മണ്ണിൽ അന്തർലീനമായി കിടക്കുമെന്നാണ് കാണപ്പെടുന്നത്. അങ്ങനെ കിടക്കുന്ന ഈ വിത്തുകൾ പുറത്തേക്ക് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടാവുകയോ ശക്തമായ ഹിമപാതമുണ്ടാവുകയോ കൊടുങ്കാറ്റോ അഗ്നിബാധയോ ഉണ്ടാകുകയോ ചെയ്തതിന് ശേഷമായിട്ട് ഈ സോയിലിൻ്റെ മേൽമണ്ണ് അനാവൃതമാക്കപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ആസ്പിൻ മരത്തിൻ്റെ വിത്തുകൾ പൊന്തി പുറത്തേക്ക് വരുന്നത്. എന്തോ ഒരു വിരോധാഭാസം. സസ്യലോകത്തിലെ ഏതൊരു സസ്യത്തിനും സുഗമമായിട്ടുള്ള പ്രജനനത്തിന് വേണ്ടുന്നത് അനുകൂലമായിരിക്കുന്ന ഒരു മണ്ണാണ്, ശാന്തമായ അന്തരീക്ഷമാണ്. നേരെ വിപരീതമാണ് ആസ്പിൻ മരങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നത്. എപ്പോഴെങ്കിലും പ്രകൃതിക്ഷോഭങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച് മേൽമണ്ണ് നീക്കം ചെയ്യപ്പെടുമ്പോൾ മാത്രമേ ആ മണ്ണിൽ ആയിരക്കണക്ക് വർഷങ്ങളായി നിക്ഷേപിക്കപ്പെട്ട ആസ്പിൻ മരങ്ങളുടെ വിത്തുകൾ പുറം ലോകത്തേക്ക്, വെളിച്ചത്തിലേക്ക് വരുന്നുള്ളൂ, അത് ജീവനിലേക്ക് വരുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതവും ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഏതാണ്ട് ഇങ്ങനെയാണ്. ഏറ്റവും കനത്ത പ്രതികൂല ചൂടിലാണ് അവൻ്റെ ഉള്ളിൽ നിന്നും ദൈവസ്നേഹത്തിൻ്റെ, ആത്മാവിൻ്റെ ഫലങ്ങൾ പൊട്ടിപ്പുറപ്പെട്ട് വരിക. ലോകത്തിന് കാണാനാകുന്ന തരത്തിൽ മനോഹാരിതയും വശ്യസൗന്ദര്യവും വീശിക്കൊണ്ട് പുറത്തേക്ക് വരുന്നത്, കണ്ണുകൾക്ക് ഇമ്പം നൽകുന്ന തരത്തിൽ പുറത്തേക്ക് വരുന്നത് പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിൽ നിന്നുമാണെന്ന് മനസ്സിലാക്കണം. പുഞ്ചിരിക്കുന്ന മുഖവുമായി, പ്രസന്നഭാവവുമായി, ആരുടെയും വിഷമതകളെ കണ്ടിട്ട് അവർക്ക് വേണ്ടി മണിക്കൂറുകൾ സംസാരിക്കുവാനും ദുഃഖിക്കുന്നവർക്കൊപ്പം ചെലവിടാനും സമയം കണ്ടെത്തുന്ന ചില വ്യക്തികളെ നാം ക്രൈസ്തവ ലോകത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വകാര്യ ജീവിതത്തിലേക്ക് നോക്കണം. ഈ ഓടി നടന്ന് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുമ്പോഴും ഒരിറ്റ് ധൈര്യം ആരും പറഞ്ഞു കൊടുക്കാതെ, ഒരൽപ്പം പ്രോത്സാഹനത്തിൻ്റെ വാക്ക് ആരും പറഞ്ഞു കൊടുക്കാത്ത ചില പ്രത്യേകത സാഹചര്യങ്ങളെയാണ് അവർ തരണം ചെയ്ത് അവർ പൊരുതി ജയിച്ചുകൊണ്ട് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഇതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകം യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. രണ്ടാമത്, യേശുക്രിസ്തുവിനോടുള്ള സ്നേഹം അവർ പ്രകടമാക്കുമ്പോൾ അവരുടെ ദൈവസ്നേഹം ആത്മസാന്നിധ്യമായിട്ട് നിറയും എന്നുള്ളത് കൊണ്ടാണ് സസ്യലോകത്തെ ആസ്പിൻ മരങ്ങൾക്ക് തത്തുല്യമായിട്ട് ഈ ലോകത്തിൻ്റെ ഉഷ്ണക്കാറ്റേറ്റ് വാടാതെ, പ്രകൃതി നേരെ എതിർക്കുമ്പോൾ, വളർച്ച മുരടിപ്പിക്കുമ്പോൾ, വളർന്ന് പൊന്തുവാൻ സാഹചര്യം പാടേം നിഷേധിക്കുമ്പോൾ പുറത്ത് കരുത്തുമായി നിൽക്കുന്നത് ഈ പ്രത്യേകത കൊണ്ടാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മുടെയൊക്കെ സമൂഹത്തിൽ പ്രായമേറിയവരെ കണ്ടു നോക്കണം. 60 കഴിയുമ്പോൾ തന്നെ റിട്ടയർമെൻറ്റും കഴിഞ്ഞിട്ടാണ് ഇരിപ്പ്. പറയും ഒട്ടും വയ്യ. എനിക്ക് ധാരാളം ക്രൈസ്തവ സുഹൃത്തുക്കളെ അറിയാം. പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ ഓരോ വാക്കിലും പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന വാക്കുകളെ വരാറുള്ളൂ. ഒരു സുഖവുമില്ല. വെറും അലംഭാവത്തോടെ, ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുവാൻ കൂട്ടാക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടുന്ന ധാരാളം പേരെ കണ്ടിട്ടുണ്ട്. നേർ വിപരീതമായിരുന്നു അബ്രഹാമിൻ്റെ സ്വഭാവമെന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനാവുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തുടങ്ങി 22-ാം അധ്യായം വരെയുള്ള ഇങ്ങനെ സുദീർഘമായ അധ്യായങ്ങളിൽ ആ ചരിത്രം വിവക്ഷിച്ചിട്ടുണ്ട്. ഓരോ ചരിത്രത്താളുകളും വേദപുസ്തകത്താളുകളും മറിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ജഡശരീരം, ആ മനുഷ്യ ശരീരം ബലഹീനമാകും തോറും ആ മനുഷ്യൻ്റെ അകത്തെ ആത്മാവെന്ന് പൗലോസിൻ്റെ ഭാഷയിൽ പറയാൻ പറ്റുന്ന ഉൾത്തുടിപ്പുകൾക്ക് ജീവൻ വയ്ക്കുകയായിരുന്നു. 75-ാമത്തെ വയസ്സിൽ ആധുനിക ഇറാഖ് സ്ഥിതി ചെയ്യുന്ന അതേ ഭൂവിഭാഗത്തിൽ ഉള്ളതായ കൽദായരുടെ രാജ്യത്ത്, അവിടുത്തെ ഒരു കൊച്ചു നഗരമായ, ഒരു കൊച്ചു ഗ്രാമമായ ഊർ എന്ന സ്ഥലത്ത് ജനിക്കപ്പെട്ടതായ മനുഷ്യൻ, ആ മനുഷ്യനെ ഒരു ദിവസം യഹോവയായ ദൈവം ജീവിതത്തിൽ ഇടപെട്ടു, വേർതിരിച്ചു. വലിയ വാഗ്ദത്തങ്ങൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. നിൻ്റെ പേര് ഞാൻ വലുതാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും,
നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്റെ സന്തതി വലിയ കൂട്ടമായി തീരും. മഹത്തരമായ വാഗ്ദത്തങ്ങൾ കേട്ടിട്ട് തുടർന്ന് ഇങ്ങോട്ടുള്ള ഒരു 1/4 നൂറ്റാണ്ട് ചരിത്രം പഠിച്ചാൽ വ്യക്തമാവുന്നൊരു കാര്യമുണ്ട്, ഒന്നും ലഭിച്ചില്ല. ഇടയ്ക്കിടെ യഹോവയായ ദൈവത്തിൻ്റെ 12, 7, 3 വർഷത്തെ ഇടവേളകളിൽ ഒരു പ്രോഗ്രഷനായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അബ്രഹാമിന് ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തിപ്പടർന്ന് നിന്നതായ തീജ്വാല, വിശ്വാസമെന്ന തീജ്വാല അണഞ്ഞു പോയിരുന്നില്ല. നാഴികയ്ക്ക് 40 വട്ടവും ഉപദേഷ്ടാക്കന്മാരുടെ, പ്രവാചകന്മാരുടെ ഉപദേശങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിച്ച് ദൂതുകൾ പ്രാപിക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്ഥിതി നേരെ മറിച്ചല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ആരും ഒരു ധൈര്യവാക്ക് പറയുന്നില്ലെങ്കിൽ, ആരെങ്കിലും പ്രാർത്ഥിച്ചനന്തരം പറയുന്ന ആത്മീയ ദൂത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിക്കാനും ദൂതുകൾ കേൾക്കുവാനുമുള്ളൊരു തലത്തിലേക്ക് നമുക്ക് പ്രാപ്തി ലഭിച്ചിരിക്കുക, അവസരം ലഭിച്ചിരിക്കുക. ഇങ്ങനെയൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ ദൈവിക പ്രത്യക്ഷതയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം മാത്രം അടുത്തത്, അതിനുശേഷം പിന്നെയും നിരവധി വർഷങ്ങൾക്ക് ശേഷം അടുത്തത് എന്ന് പറഞ്ഞാൽ he had heard the voice of God once in a while. പക്ഷേ ഒരിക്കൽ കേട്ടത് തുടർന്ന് കുറേ കാലത്തേക്ക് നിലനിർത്തുവാനുള്ളതായ സജ്ജത അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടായിരുന്നു. തളർന്നു പോയില്ല. ഏതാണ്ട് 24 വർഷം ഒന്നാമത്തെ പ്രത്യക്ഷതയ്ക്ക് ശേഷം, അതായത് അദ്ദേഹത്തിന് 99 വയസ്സ് പ്രായമുള്ള സമയത്ത് 3 ആൾ രൂപങ്ങൾ, അതായത് ദൈവികമായ പ്രത്യക്ഷതയുടെ ഫിഗറേറ്റീവായിട്ട് കൊടുത്തിരിക്കുന്ന തെളിവ് അബ്രഹാമിൻ്റെ അടുക്കലേക്ക് വരികയാണ്. മനുഷ്യർ എന്ന ഭാവത്തിൽ അബ്രഹാം അവരെ സൽക്കരിക്കുന്നു. ഒന്നാം തരം ഭക്ഷണവും പാനീയവും കഴിച്ച് മനസ്സ് കുളിർത്ത അവർ അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അടുത്തയാണ്ടിൽ ഞങ്ങൾ ഈ വഴിക്ക് വരുമ്പോൾ നീ ഒരു മകനെ അണച്ചുകൊള്ളൂ. അതിമഹത്തരമായിട്ടുള്ള വാഗ്ദത്തം. വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ സാറയെ സന്ദർശിച്ചു, അബ്രഹാമിനെ ഓർത്തു. വാഗ്ദത്തം നിറവേറപ്പെട്ടു. വാഗ്ദത്തത്തിൻ്റെ നിറവേറലെന്ന വണ്ണം ഒരു മകൻ ജനിച്ചു. അവന് ഇട്ട പേര് ഇസ്ഹാക്ക്. സുന്ദരമായിട്ട് ആ ജീവിതം അടുത്ത ഒരു 10-12 വർഷങ്ങൾ മുൻപോട്ട് കടന്നുപോയി. 22-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: അനന്തരം യഹോവയായ ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ച് ചോദിച്ചത് എന്തെന്നാൽ, അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയായ ദൈവം അബ്രഹാമിനോട് മറുപടി കൊടുക്കുകയാണ്: നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ ഞാൻ കാണിക്കുന്ന മലയിൽ കൊണ്ടുപോയി എനിക്ക് ഒരു ഹോമയാഗം കഴിക്കണം. വേദപുസ്തക രചനയിൽ പ്രത്യേകമായിട്ട് അതിനൊരു വ്യാഖ്യാനം കൊടുത്തിട്ടില്ല. ഒറ്റ ഭാഷയിൽ ആ ഭാഗം കടന്നു പോവുകയാണ്. അബ്രഹാം കേട്ടു, അനുസരിച്ചു. 3 ദിവസത്തെ വഴിദൂരം ചെന്നപ്പോൾ സ്ഥലം കണ്ടു. അവിടെ നിന്നും അവിടേക്ക് അബ്രഹാമും മകനുമായിട്ട് കടന്നു പോവുകയാണ്. മോറിയ എന്ന ദേശത്തെ ഒരു മലയിൽ, ഒരുപക്ഷെ പർവ്വതങ്ങളുടെ ഒരു കോംപ്ലക്സ് ആയിരിക്കണം. അവിടെ നിരവധി പർവ്വതങ്ങൾ ഉള്ളതായിരിക്കുന്ന ഇടത്ത് മോറിയ എന്ന ആ സ്ഥലത്തുള്ള പർവ്വത ശിബിരങ്ങളിൽ ഒന്നിൽ അബ്രഹാമും മകനും ലക്ഷ്യം വെച്ച് യാത്ര തുടരുകയാണ്. ഇവർ പോകുന്ന വഴിക്ക് വിറകും കത്തിയും തീയും എടുത്തിരുന്നു. വിറക് ഈ ബാലകനായ ഇസ്ഹാക്കിൻ്റെ തോളിൽ വെച്ച് കൊടുത്തിട്ട് തീയും കത്തിയും അബ്രഹാം സ്വയം വഹിച്ചുകൊണ്ട് യാത്ര തുടരുകയാണ്. സ്വാഭാവികമായും അതിന് മുൻപ് ഏതെങ്കിലും ഒരു യാഗം കണ്ട അനുഭവ സമ്പന്നനായിരിക്കണം ഇസ്ഹാക്ക്. ഇസ്ഹാക്ക് ചോദിക്കുന്നു, അപ്പോൾ ഇതെന്താണ്? വിചിത്രമാണല്ലോ. തീയുണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, യാഗം കഴിക്കുവാൻ മൃഗമില്ലല്ലോ. മനസ്സിൻ്റെ ഉള്ളിലേക്കായിരിക്കണം ആ ചോദ്യം കടന്നു പോയത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഒരു കൂരമ്പ് പോലെ ഇവനെ തന്നെ അറക്കണം, ഇവനെ തന്നെ ഹോമയാഗം കഴിക്കണമെന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരിക്കെ അനുസരിച്ച് ചെയ്യാൻ 100% തൽപരനായി കടന്നു പോകുന്ന ആ മനുഷ്യനോട്
അതേ യാഗമൃഗം ചോദിക്കുകയാ, അപ്പാ യാഗമൃഗം എവിടെ? ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അനുഭവിച്ചിട്ടുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുക. ചില ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ വണ്ണം നമ്മെ തളർത്തുമ്പോൾ, മക്കളുടെ ചോദ്യങ്ങൾ, ഭാര്യയുടെ ചോദ്യങ്ങൾ, അയൽക്കാരുടെ ചോദ്യങ്ങൾ, ബന്ധുക്കളുടെ ചോദ്യങ്ങൾ, നാം ഏറെ ആദരിക്കുന്ന, നാം നമ്മെപ്പോലെ തന്നെ കരുതുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ നിന്നുള്ള ചില നിമിഷങ്ങളിലെ ചോദ്യങ്ങൾ, എന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെ, എന്താ ചെയ്യാൻ പോകുന്നേ, എന്തു ചെയ്യാൻ സാധിക്കും? മറുപടിയില്ലാതെ പരതുമ്പോൾ ദൈവവേദലേ തളർന്നു പോകരുത്. ഇങ്ങനെയുള്ളവർക്ക് ധൈര്യപ്പെടാൻ അബ്രഹാമിനെ പോലെയുള്ളതായിരിക്കുന്ന ഭക്തന്മാരുടെ ചരിത്രം വിശുദ്ധ ബൈബിളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സത്യം മനസ്സിലാക്കുക. വാടി തളരാം, ഒരു നിമിഷം അത് തലച്ചോറിൻ്റെ ഉള്ളിലൂടെ കറങ്ങി നടന്നു. അബ്രഹാം മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് വിശ്വാസം ഉറക്കെ പറയുകയാണ്, മകനെ, ഹോമയാഗത്തിന് ഒരു മൃഗത്തെ യഹോവ നോക്കിക്കൊള്ളൂ. ഇറ്റ്സ് നോട്ട് അവർ വിഷ്, ഇറ്റ്സ് നോട്ട് അവർ റെസ്പോൺസിബിലിറ്റി, ബട്ട് ദിസ് ബിലോങ്സ് ടു ഗാഡ്. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ മനുഷ്യൻ കൊടുത്ത മറുപടിക്കകത്ത് എല്ലാമുണ്ട്. ഹോമയാഗത്തിന് നിന്നെ അറക്കണമെന്ന് എന്നോട് കൽപ്പനയിരിക്കെ, അത് പറഞ്ഞ ദൈവത്തിൻ്റെ വാക്കിനെ തെല്ലും നിരസിക്കാതെ, ചോദ്യമുയർത്താതെ, ചോദ്യങ്ങളില്ലാതെ കീഴടങ്ങാൻ സന്നദ്ധനായി ഞാൻ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ വെല്ലുവിളിയുടെ ചോദ്യം ഉയരുമ്പോൾ എനിക്ക് വിശ്വാസത്താൽ ലഭിക്കപ്പെടുന്ന ഉത്തരമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. യഹോവ കരുതിക്കൊള്ളൂ. പ്രിയരെ, ആരും ഒരു ഉത്തരം പറഞ്ഞു തരാൻ, ഒരു ഉത്തരത്തിൻ്റെ സാധ്യത കാണിച്ചു തരാതെ നാം സ്വയം ചില മറുപടികൾ കണ്ടെത്തേണ്ടതുണ്ട്. വിശ്വാസത്തിന് ചില മറുപടികൾ, പ്രത്യാശയൂട്ടി ഉറപ്പിക്കുന്ന ചില ഉത്തരങ്ങൾ, ധൈര്യം പകർന്നു നൽകുന്നതായ ചില വാക്കുകൾ, ഉള്ളിൽ വിശ്വാസം നിറഞ്ഞു തുളുമ്പുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിഞ്ഞിട്ട് വായ കൊണ്ട് ഏറ്റു പറയുന്ന ഉത്തരമായിട്ട് നമ്മുടെ ലെറ്റ് ഇറ്റ് ബി അവർ കൺഫെഷൻ, ലോർഡ് വിൽ പ്രൊവൈഡ്. യഹോവ കരുതിക്കൊള്ളും മകനെ. ഇത് പറയാൻ തെല്ലും ആശങ്കയില്ല. കാരണം അടുത്ത സെക്കൻഡുകളിൽ സംഗതി വ്യക്തമാവും. ഇവൻ തിരിച്ചു ചോദിക്കും, ഇല്ല, മുൻപിൻ വേറെ യാതൊരു ചോദ്യങ്ങളുമില്ല, വേറെ യാതൊരു ചിന്തകളുമില്ല, ഇപ്പോഴത്തേത് ഇപ്പോൾ പറയുക. നമ്മൾ പലപ്പോഴും പലരോടും മറുപടി പറയുന്നത് വിശ്വാസത്താലാണെങ്കിൽ പോലും എല്ലാം കൂട്ടിക്കിഴിച്ച് ഗുണിച്ച് ഹരിച്ച് സകലത്തിൻ്റെയും സമ്മായിട്ട് കിട്ടുന്നതാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. മറുപടി കൊടുക്കാൻ വളരെ നേരം ആലോചിക്കുന്നു, വളരെ ആലോചിച്ചതിന് ശേഷം ബുദ്ധിപൂർവ്വമുള്ള മറുപടി കൊടുക്കുന്നു. ആ മറുപടിക്ക് വിലയില്ലാതാവുന്നു. പക്ഷേ ഇവിടെ പരിജ്ഞാനവും ബുദ്ധിയും ഒന്നും അല്ല, ദൈവാശ്രയമാണ്. നടക്കാൻ പോകുന്നത് ഇതായിരിക്കുമെന്ന് ഉള്ള ഉറപ്പാണ് ആ വാക്കുകളിൽ കാണുന്നത്. എൻ്റെ ഈ വാക്കുകളെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകനോട് ഒരു കാര്യത്തിൽ ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് നിശ്ചയമില്ലെങ്കിലും തമ്പുരാൻ പറഞ്ഞതിനനുസരിച്ച് 100% ഹൃദയ ഒരുക്കത്തോടെ സമർപ്പിതനായി താങ്കൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നാളെ സംഭവിക്കാനുള്ളത് നീ വിശ്വാസത്താൽ പറയുന്നതായിരിക്കും സംഭവിക്കുക, വേറെ ഒന്നായിരിക്കില്ല സംഭവിക്കുന്നത്. ധൈര്യമായിട്ട് പ്രഖ്യാപിക്കണം, എൻ്റെ കർത്താവിന് ഞാൻ 100% അനുസരണമുള്ളവനാണെങ്കിൽ, അവൻ്റെ വാക്കുകളെ 100% ഞാൻ വിശ്വസിക്കുന്നവനാണെങ്കിൽ, ഇത് രണ്ടും സമ്മേളിക്കുന്നിടത്ത് ഞാൻ വിശ്വാസത്താൽ പറയുന്നതായിരിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നതെന്ന് ധൈര്യമുണ്ടെങ്കിൽ ആ വാക്കുകൾ ഉച്ചരിച്ചാട്ടെ. വേട്ടയാടപ്പെടുന്ന, രോഗങ്ങളാൽ
വേട്ടയാടപ്പെടുന്ന, ദുരിതം നിന്നെ നോക്കിയിരിക്കുന്ന പറയുന്ന, വീട്ടിൽ ക്ഷാമം മാറാതിരിക്കുന്ന, തലമുറകൾ നശിക്കാൻ തുടങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി ജീവിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മാന്യമിത്രമേ, കേൾക്കുക. ഒരിക്കലും ഉണ്ടാവില്ല. കർത്താവിൻ്റെ മുൻപാകെ നീ വിശ്വസ്തനാണെങ്കിൽ, അവൻ പറയുന്നത് ശിരസ വഹിക്കുന്നവനാണെങ്കിൽ, നീ പറയുന്നതിന് കയ്യൊപ്പിട്ട് അംഗീകാരം നൽകുന്നവനായിരിക്കും നിന്റെ കർത്താവെന്ന് വിശ്വസിക്കുക. ദൈവം പറയുന്നതിനെ, ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അനുഷ്ഠിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയായിട്ട് നാം മാറുന്നെങ്കിൽ, അവിടെ നമ്മുടെ വാക്കുകൾക്ക് അധികാരവും ആ വാക്കുകൾക്ക് അർത്ഥവും ആ വാക്കുകൾക്ക് അത്ഭുതവും നൽകുവാൻ ദൈവം തയ്യാറാവും. പറഞ്ഞൊരിക്കൽ കൂടെ ആവർത്തിക്കാം. ദൈവത്തിൻ്റെ പിന്നാലെ അർപ്പണ മനോഭാവത്തോടെ, തെല്ലിട ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ അവൻ്റെ കൽപ്പനകൾക്ക് വേണ്ടി ജീവിതം മുൻപോട്ട് നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ പറയുന്ന വാക്കിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം കൽപ്പിക്കാതെ വണ്ണം അപ്രൂവൽ നൽകുവാൻ ദൈവം ശക്തനാണ്. അതെ, എന്താ സംഭവിച്ചത്? ബാക്കിയെല്ലാം ചരിത്രമാണ്. വിശ്വാസികൾ ഘോരം ഘോഷിക്കുന്ന, പ്രസംഗകർ ഘോരം ഘോഷിക്കുന്ന അത്ഭുതമായിട്ട് മാറി. തുടർന്ന് നടന്നതൊക്കെ ചരിത്രമാണ്. നമ്മുടെ വിശ്വാസത്തെ ത്രസിപ്പിക്കുന്ന ചരിത്രം. പിന്നീട് ആ ബാലനൊന്നും ചോദിച്ചില്ല. അവനും ഏതാണ്ട് അവൻ്റെ പിതാവിൻ്റെ ദർശനത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങാൻ സമർപ്പിക്കപ്പെട്ടു. മോറിയദേശത്ത് യാഗപീഠമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് ആ ബാലകനെ പിടിച്ചു കിടത്തി കത്തിയെടുത്ത് അവനെ നുറുക്കുവാൻ ഒരുങ്ങുമ്പോൾ യഹോവയെ ദൈവം കൽപ്പിച്ചു, സ്റ്റോപ്പ് ഇറ്റ് നൗ, ഐ പ്ലീസ് ഓൺ യു. മതി, ഇന്നലെ എനിക്ക് പ്രസാദം തോന്നുന്നു. ഞാൻ പറയുന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, നീ ഏറ്റവും കൊതിച്ചത് എൻ്റെ ആജ്ഞപ്രകാരം തരാൻ മനസ്സ് വെച്ചതുകൊണ്ട്, നിരസിക്കാതിരുന്നതുകൊണ്ട് നിനക്ക് നിൻ്റെ മകനെ ഹോമയാഗമൊന്നും കഴിക്കണ്ട. നീ പറഞ്ഞ ഞാൻ യഹോവയായ ദൈവം കരുതുമെന്ന് പറഞ്ഞത് ദാ ഇവിടെ വെളിപ്പെടാൻ പോകുകയാണ്. അബ്രഹാം ഞെട്ടിത്തിരിച്ച് പുറകിലേക്ക് നോക്കുമ്പോൾ കൊമ്പ് ആ ചുല്ലിക്കാടുകൾക്കിടയിൽപ്പെട്ട് ഒരു കുഞ്ഞാട് അതിനെ കൊണ്ടുവന്ന് അവൻ്റെ മകനെ സ്വതന്ത്രനാക്കി, മകന് പകരക്കാരനായി ആ കുഞ്ഞാടിനെ യാഗമർപ്പിക്കുന്നു. കണ്ടാലും ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, എൻ്റെയും നിൻ്റെയും മകന് പകരമായി, എൻ്റെയും നിൻ്റെയും തലമുറയ്ക്ക് പകരമായി, നമ്മൾ വില കൊടുക്കേണ്ട ഇടത്ത് പകരക്കാരനായി കടന്നു വന്ന കരുതുന്ന ദൈവം. ആ സ്ഥലത്തിന് ആ വിശ്വാസവീരൻ ഇങ്ങനെ പേരിട്ടു, ജഹോവ ജൈറ, യഹോവ ഇരേ. കരുതുമെന്ന് എൻ്റെ വിശ്വാസം ഭൂതകാലത്ത് ഞാൻ ഏൽപ്പിക്കപ്പെട്ടു, ഞാൻ ഏറ്റുപറഞ്ഞെങ്കിൽ ഇന്ന് കണ്ണാലെ കാണുകയാണ്, ഇതാ ദൈവം കരുതിയിരിക്കുന്നത്. എത്ര സന്തോഷനിർഭരമായ അനുഭവം. ദുരന്തം വരട്ടെ, നമ്മളുടെ വിശ്വാസം പുറത്തു വരാൻ അത് കാരണമായാൽ, ഒരാസ്പിൻ ട്രീയായി, ഒരു അബ്രഹാമിന് തുല്യമായി, ഒരു വിശ്വാസികളുടെ പിതാവിന് തുല്യമായി, ഒരു വിശ്വാസവീരന് തുല്യമായി തകർക്കാനും അപകീർത്തിപ്പെടുത്താനും ഒതുക്കാനും ശ്രമിക്കുന്ന ഈ ലോകത്തിൻ്റെ കെടുതികൾ നിമിത്തം നമ്മുടെ ഉള്ളിലുള്ള ദൈവവചനമാകുന്ന വിത്ത് ലോകത്തിന് ദൈവസ്നേഹത്തെ കാണിച്ചു കൊടുക്കുന്ന വടവൃക്ഷമായി, വിശ്വാസത്തിൻ്റെ ഫലമായി, അത്ഭുതമായി ലോകത്തിൽ വെളിപ്പെടാൻ കർത്താവ് നമ്മെ ഉപയോഗിക്കാൻ പോകുന്നു. ആയതിനായിട്ട് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം മാന്യപ്രേക്ഷകരോടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കുമാറാകട്ടെ എന്ന ആശംസയോടെ
കീറി